നമസ്കാരം. അതിന് കഴിഞ്ഞ ദിവസമാണ് TP വധക്കേസ് പ്രതികളായിട്ടുള്ള കൊടിസുനി, ഷാഫി, അതുപോലെ തന്നെ TK രജീഷ് എന്നിവരെ പറ്റിയുള്ള ചർച്ച വീണ്ടും മാധ്യമങ്ങളൊക്കെ സജീവമായത്. അതായത് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കി തിരിച്ചു കൊണ്ടുവരുന്ന വഴിക്കും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് മദ്യപിക്കാൻ പോലീസുകാർ, 3ഓളം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതായത് ഈ പറഞ്ഞ കണ്ണൂർ പോലീസ് ആസ്ഥാനത്തെ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, ഇവർ ഇത് സൗകര്യം ചെയ്തു കൊടുത്തു. അവർ കാവൽ നിന്നു, ഈ കൊടിസുനി മദ്യപിക്കുന്നത് നോക്കി നിന്നു. അതുപോലെ തന്നെ ഷാഫിക്ക് അടക്കമുള്ള ആളുകൾക്ക് നിരന്തരമായ സഹായങ്ങൾ ജയിലിനുള്ളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് പരോളിന് കയ്യും കണക്കൊന്നുമില്ല. ഹൈക്കോടതി ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ട് പോലും ഇവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ അനുകൂലമായ തീരുമാനങ്ങളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് എത്രമാത്രം പരാജയമാണ് എന്നതിൻ്റെ സൂചനയല്ലേ ഇത്? ഭർത്ത ഇതിനകത്ത് ആദ്യം മുതൽ TP കേസ് നമുക്കറിയാം, പ്രത്യേകമായിട്ടുള്ളൊരു കേസാണ്. നമ്മൾ ഇതുവരെ കേരളം കാണാത്ത, ചർച്ച ചെയ്യപ്പെടാത്തൊരു നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനൊരു കൊലപാതകവും ഇത്തരത്തിലുള്ള ഒരു രീതിയും കണ്ടിട്ടില്ല. അപ്പം TP കേസിലെ പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ളത് CPM-ന്റെ എല്ലാ കാലത്തെയും ഒരു അജണ്ട വേണമെന്നെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് ആവശ്യമാണ് എപ്പോഴും അവരെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ ഇവര് ജയിലിലായപ്പോൾ മുതലേ വിവാദങ്ങളും പിന്തുടരുന്നുണ്ട്. ഇവരെ ആദ്യം മുതൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം, ജയിൽ അടക്കി ഭരിക്കാനുള്ള സൗകര്യം, പ്രവാസിയെ ഫോൺ വിളിക്കാൻ, ഏത് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഏത് ജയിലിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും? അതൊക്കെ നമുക്ക് കണ്ണൂർ ജയിലിൽ മാത്രമേ കാണാൻ കഴിയൂ. പ്രത്യേകിച്ചും പാർട്ടിയുടെ ഒരു കോട്ടയാണ്, CPM-ന്റെ ഒരു കോട്ടയായ ഒരു ജില്ലയിൽ നിൽക്കുന്ന ഒരു ജയിലാണ് കണ്ണൂർ. ടൗണിൽ മാത്രമേ കോൺഗ്രസ്സുകാരുടെ ഒരു അപ്രമാദിത്വമുള്ളൂ. പക്ഷെ ബാക്കി ഭാഗങ്ങളിലൊക്കെ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു ജില്ലയാണ്. അത്തരത്തിലുള്ള ഒരു ജില്ലയിൽ TP കേസിലെ പ്രതികളെ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു സൗകര്യം, അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥർ പലപ്പോഴും പുറത്തു നിന്നുള്ള സഹായങ്ങൾക്ക് അവർക്ക് ഭയമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കണ്ടിട്ടും കേട്ടിട്ടും. കാരണം കുറേ കാലങ്ങളായി ഒരേപോലെ ഈ TP കേസിലെ പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേകത? മറ്റ് കേസിലെ പ്രതികളെ ഒന്നും ഇത്രയും നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ TP കേസിലെ പ്രതികൾക്ക് എല്ലാം പ്രത്യേകതകളാണ്. പുറത്തു പോകുമ്പോൾ മദ്യം വാങ്ങിക്കൊടുക്കുക, നമ്മൾ അതൊക്കെ പിന്നെ സഹിക്കാം. പക്ഷെ ജയിലിനുള്ളിലുള്ള കാര്യങ്ങൾ, അവിടെ പോലും ഫോൺ അനുവദിക്കുന്നതൊക്കെ മാനുഷിക പരിഗണന നമ്മൾ പറഞ്ഞു വെക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അവിടുന്ന് കൊട്ടേഷൻ കൊടുക്കുകയാണ്. പുറത്തേക്കുള്ള കൊട്ടേഷനുകൾ ഈ ഫോൺ വഴിയുള്ള സന്ദേശം വഴി കൈമാറുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊന്നും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ല. അല്ലാതെ മാത്രമല്ല, അതിൽ വേറെയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒന്ന് ഈ കൊടുവള്ളി മാഫിയ, 2 കണ്ണൂർ മാഫിയ, ഇങ്ങനെയാണ് സ്വർണ്ണക്കടത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അതിൽ തന്നെ TP വധക്കേസ് പ്രതിയുള്ള ഷാഫിയുടെ ടീം ജയിലിനുള്ളിൽ നിന്നാണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അതാണ് അവിടെയാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. ഇത് ജയിലിനുള്ളിൽ ഇങ്ങനെ നടക്കുമോ? ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയതിന് ശേഷമെങ്കിലും പോലീസുകാർ കുറച്ചും കൂടി ശ്രദ്ധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെ നിന്നും മാറി തൊട്ടപ്പുറത്ത് കൊടിസുനിക്ക് ഈ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നു. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ, ഈ പറഞ്ഞ പോലെ ഈ കൊടിസുനി എങ്ങനെയാണ് വീണ്ടും കണ്ണൂർ ജയിലിലേക്ക് വന്നതിൽ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. തവനൂർ ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഇയാൾ വീണ്ടും ഈ കണ്ണൂർ ജയിലിലേക്ക് എത്തിപ്പെട്ടത്? അതിന്റെ രേഖകളൊന്നും പുറത്ത് മാധ്യമങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇനി അതിനകത്ത് ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ മാധ്യമങ്ങളിലേക്ക് എന്തായാലും ആ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇയാൾ വീണ്ടും കണ്ണൂരിലേക്ക് തന്നെ എത്തിപ്പെടുന്നു. അവരുടെ ഒരു ലൊക്കേഷൻ പരിധിയിലേക്ക് തന്നെ വീണ്ടും കൊടിസുനി വരുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇയാൾ വിയ്യൂരിൽ വളരെ സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന ഒരു പ്രതിയാണ്. ഇയാൾ പിന്നെ വീണ്ടും എങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് കണ്ണൂരിലേക്ക് വരുന്നത്? അപ്പൊ ഇതൊക്കെ ചോദ്യചിഹ്നങ്ങളാണ് എപ്പോഴും. അതുപോലെ തന്നെയാണ് ഈ ഒരു VIP പരിഗണനയാണ് എപ്പോഴും. എല്ലാ കാര്യത്തിലും VIP പരിഗണന കൊടുക്കുന്നു. അത് നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. മുൻകാലങ്ങളിൽ ഇത് ആദ്യത്തെ സർക്കാരല്ലല്ലോ, CPM മുന്നും ഭരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള ഇടത് സർക്കാരിന്റെ കാലത്തൊന്നും നമ്മൾ കേൾക്കാത്തൊരു കാര്യം ഈ TP വധക്കേസിൽ മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് എപ്പോഴും ചോദിച്ചിന എന്ന് തുടങ്ങിയ വിവാദങ്ങളാണ്. അല്ല, അതിൽ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പം TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പങ്കില്ല എന്നൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള. പക്ഷെ ആ പ്രതികളോട് CPM-നെ ഇപ്പോഴും ഇത്രമേൽ പ്രതിബദ്ധത ഉണ്ടാവണമെങ്കിൽ അവർ അത്രയും വേണ്ടപ്പെട്ടവരാണ് പാർട്ടിക്ക് എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് പാർട്ടി പ്രതിരോധത്തിലായ ഏക കേസ് എന്ന് പറയുന്നത് TP വധക്കേസാണ്. ഈ അടുത്ത കാലത്ത് ഇത്രമാത്രം പ്രതിരോധത്തിലായ ഒരു സംവിധാനം CPM-നില്ല.
CPM ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വന്നതും ന്യായീകരിച്ച് ഇതിനപ്പുറമേൽ ഇനി ന്യായീകരിക്കാനില്ല, അതുപോലെ കഷ്ടപ്പെട്ടൊരു കേസാണ് TP വധക്കേസ്. അതിന്റെ ആദ്യഘട്ടം മുതൽ, ഈ ഒരു കേസ് വരുന്ന ഘട്ടം മുതൽ പാർട്ടി ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങളല്ല, അവസാനം അത് ഞങ്ങളാണെന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളൊരവസ്ഥയിൽ പോലും പാർട്ടി എത്താണ്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു പക്ഷേ ഇത്രമേൽ വിവാദമായ ഒരു കേസ് തന്നെ ഉണ്ടാവണമെന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ VS അച്യുതാനന്ദൻ മരിച്ച സമയത്ത് പോലും ആളുകൾ ഏറ്റവും അധികം ഉപയോഗിച്ചത് VS KK രമയെ കാണാൻ പോയതും VS ചന്ദ്രശേഖരന്റെ ആ പത്രസമ്മേളനം ഒക്കെ ആയിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കാം. അതെ VS എന്ന് പറയുന്നത് പാർട്ടിയിൽ നിൽക്കുന്ന പ്രവർത്തനം തന്നെയാണ്, പാർട്ടി പ്രവർത്തനം തന്നെയാണ്. VSനെ നമുക്ക് ആ തരത്തിൽ വായിച്ചെടുക്കാനേ പറ്റില്ല. പക്ഷേ VS അന്ന് അവിടെ ചെല്ലുന്നത് പോലെ ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കറിയാം. പാർട്ടിയെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എത്രമാത്രം പാർട്ടി പ്രതിരോധം തീർത്തോ അതിനെയൊക്കെ മറച്ചുകൊണ്ടാണ് VS അന്ന് KK രമയുടെ അടുത്തെത്തുന്നത്. ആ സ്ത്രീയുടെ മറ്റെല്ലാം നമുക്ക് പാർട്ടി എല്ലാം മാറ്റി നിർത്താം, ഒരു സ്ത്രീയെ മാത്രമാണ് VS കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനെന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. VSലെ മനുഷ്യനാണ്. VS പാർട്ടിക്ക് അതീതമായി ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നല്ലോ TP. അപ്പൊ അതും VSന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. മാത്രമല്ല, ഒരു സ്ത്രീ അവിടെ ഒറ്റപ്പെടുകയാണ്, ഒരു കുടുംബം അവിടെ അനാഥമാവുകയാണ്. അപ്പൊ അത് VSനെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട്. VS കൃത്യമായിട്ട് അവിടെ എല്ലാ പ്രതിരോധ കോട്ടകളെയും തകർത്തുകൊണ്ടാണ് അന്ന് അവിടെ ചെല്ലുന്നതും. അവർ വളരെ നിസ്സഹായമായിട്ടാണ് KK രമ VSനെ കാണുന്നത്. അതുവരെ മിണ്ടാതെ അല്ലെങ്കിൽ ഇതിനെ സഹിച്ചിരുന്ന ഒരു സ്ത്രീ VSനെ കാണുമ്പോഴത്തേക്കും പൊട്ടിക്കരയാണ്. അത് വെറൊരു കരച്ചിലല്ല, വല്ലാതെ എവിടെയെങ്കിലും ഒരു കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നിയ ഒരേ ഒരു സുരക്ഷിത കരം ഒരുപക്ഷെ അവർക്ക് തോന്നിയത് VS മാത്രമായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് VSനെ കാണുമ്പോൾ വല്ലാതെ അവർ വൈകാരികമായി പോയിട്ടുണ്ടാവുക. അത്ര TPയുടെ ഭാര്യയാണ്, എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്നിട്ട് പോലും അവരത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആകെ ഒരാളെ കണ്ടപ്പോൾ എന്തോ ഒരു മനുഷ്യൻ മുന്നിൽ വന്ന് നിന്നു എന്നായിരിക്കും അവർക്ക് തോന്നിയിട്ടുണ്ടാവുക. അത് അവർ പലപ്പോഴും അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. VS മരിച്ചപ്പോഴും അതിന് മുമ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനെ വ്യക്തമായി പറഞ്ഞിട്ട്. ഈ TP വധക്കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഈ VIP ട്രീറ്റ്മെന്റ് ഇവർക്ക് മാത്രം, ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താം. അത് മറ്റു പ്രതികളൊക്കെ അങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ടാവുമായിരിക്കും. പക്ഷെ ഇത് വീണ്ടും കൊട്ടേഷനാണ് അവിടെ നിന്ന് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു പിന്നെ എന്തിനാണ് നമ്മളുടെ രാജ്യത്ത് നിയമം എന്ന് പറയുന്നൊരു സംവിധാനം? അത് നമ്മളൊരു കുറ്റകൃത്യം ചെയ്തു, അയാൾ അവിടെ ശിക്ഷിക്കപ്പെടുന്നതിന് പകരം അവിടെ വീണ്ടും സൗകര്യങ്ങൾ ഇവർക്ക് മാത്രം എങ്ങനെ കിട്ടുന്നു? അത് ഇനിയും അന്വേഷണ വിധേയമാകുന്നില്ല. പിണറായി സർക്കാർ ഭരിക്കുന്ന രണ്ടാം സർക്കാരാണിത്. രണ്ടാം സർക്കാർ ഈ 2 ടേമിലും ഇവർക്ക് കിട്ടുന്ന അത്രയും സൗകര്യം വേറെ ഒരു കേസിലും ഉണ്ടാവുന്നില്ല. എന്നാൽ ആ തരത്തിലൊരു അവരെ തടയുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനത്തെ ആഭ്യന്തര വകുപ്പ് വേറെയാണ്, അല്ലെങ്കിൽ വേറൊരു മന്ത്രിയാണ് നമുക്ക് പോയി ഇത് പ്രതിരോധിക്കാം. ഇതിപ്പോൾ അതുമില്ല. അല്ല, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരോള് കിട്ടിയ ഒന്ന് ഈ പറയുന്ന ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിനും, ഒന്ന് TP വധക്കേസ് പ്രതികളായിട്ടുള്ള കൊടിസുനി ടീമുമാണ്. ഇതുവരെ ചരിത്രത്തിൽ ഇന്നേവരെ ഇങ്ങനെ ഒരാൾക്കും പരോള് കിട്ടിയിട്ടില്ല. അത്ഭുതമാണ്. ഷെറിന്റെ കേസിൽ നമുക്ക് പറയാം, ഷെറിന്റെ കേസ് ഇപ്പോഴും നിഗൂഢമാണ്. ആരാണ് ഷെറിനെ സംരക്ഷിക്കുന്നത്? അതിപ്പോഴും നിഗൂഢമാണ്. അത് ഒരാളെ പേരൊന്നും പറഞ്ഞ കാര്യമില്ല. അതെ, അത് നമുക്ക് ഇപ്പോഴും നിഗൂഢമാണ്. നമുക്ക് പറയാൻ അത്രമാത്രം തെളിവുകൾ ഉണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് പറയാം. അത്രമാത്രം പ്രൊട്ടക്ഷൻ കിട്ടിയ ഒരാളാണ് ഷെറിൻ. അത് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്ന പോലുമില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. പക്ഷെ TP വധക്കേസിൽ നമുക്ക് പ്രത്യക്ഷമായിട്ട് നമുക്ക് അറിയാം ഇന്ന ആളുകൾ ഇന്ന കുറ്റങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ആളുടെ പേരിൽ ഇത്രയും കുറ്റങ്ങൾ ചുമത്തി. ഈ കഴിഞ്ഞ ദിവസം TP വധക്കേസിലെ പ്രതിക്ക് മകന്റെ ചോറൂണിന് കോടതി അനുമതി കൊടുത്തില്ല, ബെയില് കൊടുത്തില്ല, പരോള് കൊടുത്തില്ല. പരോള് കൊടുക്കാതിരുന്നതിന്റെ കാരണം കുട്ടി ജനിച്ചപ്പോൾ അയാൾക്ക് ഓൾറെഡി പരോള് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ചോറൂണിന് വീണ്ടും ചോദിക്കുകയാണ്. ഇങ്ങനെ തോന്നുമ്പോൾ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എവിടെയാണ് കോടതി, എവിടെ നിയമം, എവിടെ? ഇതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും എന്താ പറയുക, ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്കാണ് കണ്ണൂർ ജയിലിന്റെ അവസ്ഥ എന്ന് നമുക്ക് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായി. അതിനിടയ്ക്ക് ഒരു വലിയ തമാശ ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഈ പരോളുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ ഈ ഷെറിനെ വിട്ടയച്ചല്ലോ, ഷെറിനെ വിട്ടയക്കുന്ന അതേ അവരോടൊപ്പം തന്നെ TP വധക്കേസിൽ 1-2 പ്രതികളെ കൂടി നല്ല നടപ്പിന് വിടാൻ വേണ്ടി സർക്കാർ ഗവർണർക്ക് കൊടുത്തു. ഗവർണർ അത് തള്ളി. ആലോചിക്കണം, നല്ല നടപ്പിന് വേണ്ടി വിടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് TP വധക്കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികളെയാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത്രത്തോളം ഉണ്ട് ഇവരുടെ സ്വാധീനം.
ഇനി നമുക്കിനി അതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സർക്കാർ മാറണം. സർക്കാർ മാറിയാലും അത് വളരെ പ്രയാസമാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു സാഹചര്യം വളരെ പ്രയാസമാണ്. കാരണം അവിടെ ഭരിക്കുന്നത് CPM ആണ്. അല്ലെങ്കിൽ ആ ഒരു ശക്തി, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഒരു വിങ് അവിടെയുണ്ട്. ആ വിങ്ങിന് അപ്പുറത്തേക്ക് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പോകാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. കാലങ്ങളായിട്ട് അവിടെ നടക്കുന്ന ഒരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. അത് നമുക്ക് ഒരിക്കലും അതിനെ പുറത്തുനിന്നൊരു കൺട്രോൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ വിയൂർ ആവുമ്പോൾ കുറച്ചും കൂടി അവരുടെ കൺട്രോളിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് വടക്കേ അറ്റത്തായതുകൊണ്ടാണോ എനിക്കറിയില്ല എന്താ അവിടെ സംഭവിക്കുന്നത്. നമുക്ക് പോലും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കണ്ണൂർ ജയിലിലെ അവസ്ഥ. എന്നാൽ നമ്മൾ വിചാരിക്കുന്നു നല്ല സുരക്ഷിതത്വമുള്ള ജയിലാണ്, അല്ലെങ്കിൽ അതിനൊക്കെ സുരക്ഷ ഇല്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാവുന്നത്. എന്ത് സുരക്ഷയാണ്, ഇത്രയും വലിയ കേസിലൊരു പ്രതിയാണ് അവർ ഇത്രയും കാലം അതിനകത്ത് ഇട്ടുകൊണ്ടിരുന്നത്. വളരെ കൂളായിട്ട് അയാൾ കമ്പി മുറിച്ച് പോയി എന്നൊക്കെ പറയുമ്പോൾ അത് അത്ഭുതമാണ്. കാരണം അത്രയും നേരം അവിടെ ജയിലുദ്യോഗസ്ഥരുടെ കുറവുകളുണ്ട്, അഭാവമുണ്ട് എന്ന് പറഞ്ഞു. ജയിലുദ്യോഗസ്ഥരുടെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? എത്ര PSCകൾ കഴിഞ്ഞു, എത്ര പോലീസുകാരെ ഇനിയും നിയമിക്കാൻ കഴിയും സർക്കാരിന്. പക്ഷെ എന്തുകൊണ്ട് PSCയുടെ കാര്യം പറഞ്ഞാൽ പോക്കാണ്. കാരണം ഈ 2 ടേമായിട്ട് PSCയുടെ ഒരു അപ്പോയിൻമെന്റും നടന്നിട്ടില്ല. വളരെ കൃത്യമായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ കുറച്ച് PSC നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ സാധാരണ LDF സർക്കാർ കയറി കഴിഞ്ഞാൽ അങ്ങനെയല്ല പറയാറ്. പക്ഷേ ഇത്തവണ ഈ 2 ടേമും കൂടി ആയപ്പോഴത്തേക്കും PSC നിയമനങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികളെല്ലാം അസ്വസ്ഥരാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഉദ്യോഗസ്ഥർ. അധ്യാപന നിയമനം നടന്നിട്ടേ ഇല്ല. ആവശ്യത്തിലേക്കൊന്നും നമുക്കിപ്പോൾ പോകണ്ട. നമുക്ക് TP വധക്കേസിലെയും കണ്ണൂർ ജയിലിലെ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്യുന്ന സ്ഥിതിക്ക് അത് ഇനി ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ പുറത്തിറങ്ങി നടന്നിരിക്കും. അതെ, തീർച്ചയായിട്ടും അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതെ.